ക്ഷേത്രങ്ങളും മോസ്കുകളും മനുഷ്യന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയുടെ നെയ്ത്തിരി നാളങ്ങളാണ് നമുക്ക് നൽകുന്നത്. അത്തരത്തിലേറെ പ്രശസ്തമായ ദേവാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ഒരുക്കുന്ന ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയും സഹനങ്ങളുടെ രാജകുമാരിയുമായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116ാമത് ജന്മദിനം കുടമാളൂർ അൽഫോൻസ ജന്മഗൃഹത്തിൽ വച്ച് ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കപ്പെടുകയാണ്. ഈ ആഘോഷങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ലൈവ് TV എൻറ്റയർ മീഡിയ ടീം ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. പ്രാർത്ഥനയാണ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള വഴി എന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116ാമത് ജന്മദിന ആഘോഷം കുടമാളൂർ അൽഫോൻസ ജന്മഗൃഹത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ ആഘോഷങ്ങളെക്കുറിച്ചും അൽഫോൻസാമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളുമൊക്കെ നമ്മളോട് പങ്കുവെക്കുന്നത് കുടമാളൂർ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ ആർച്ച് പ്രീസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോർജ് മംഗലത്തിൽ. അദ്ദേഹത്തെ ദിവ്യദർശനം പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ സാർവത്രിക സഭയിൽ ആചരിക്കുന്നത് ജൂലൈ മാസം 28-ാം തീയതിയാണ്. ജൂലൈ മാസം 28-ാം തീയതി 1946 ജൂലൈ 28-നാണ് അൽഫോൻസാമ്മ ദിവംഗതയായത്. സഭയിൽ വിശുദ്ധാത്മാക്കളുടെ തിരുനാൾ അവരുടെ മരണ ദിവസമാണ് ആചരിക്കുക. അതായത് ഈ ഭൂമിയിലെ അവരുടെ മരണ ദിവസം സ്വർഗത്തിലെ അവരുടെ ജനന ദിവസമായിട്ടാണ് സഭ എപ്പോഴും കണക്കാക്കുക. അപ്രകാരം 1946 മരിച്ച അൽഫോൻസാമ്മയുടെ 80ാം ചരമവാർഷികമാണ് 2026 ഈ വർഷം നമ്മൾ ആചരിക്കുക. ഈ അൽഫോൻസാമ്മ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായിട്ടാണ് അറിയപ്പെടുക. അൽഫോൻസാമ്മയുടെ നാമകരണ വേളയിൽ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞു, സഭയുടെ പരസ്യ വണക്കത്തിനായിട്ട് പ്രതിഷ്ഠിതയായ ആദ്യത്തെ വിശുദ്ധയാണ്, ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയാണ് അൽഫോൻസാമ്മ എന്ന്. ഈ അൽഫോൻസാമ്മ നമ്മുടെ ഈ കുടമാളൂരിൻ്റെ വത്സലപുത്രിയാണ്. 1910 ഓഗസ്റ്റ് മാസം 19-ാം തീയതിയാണ് കുടമാളൂരിൽ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ അൽഫോൻസാമ്മ പൂജാതയായത്. അവളുടെ ആ ജന്മഗൃഹം അതേപടി ഇപ്പോൾ സംരക്ഷിച്ചു വരുന്നുണ്ട്. ജന്മഗൃഹത്തോടനുബന്ധിച്ച് അവിടെ തീർത്ഥാടകർക്ക് വന്നു ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ചാപ്പലും പണിതുയർത്തിയിട്ടുണ്ട്. അൽഫോൻസാമ്മ ജനിച്ചതിൻ്റെ 8-ാം ദിവസം 1910 ഓഗസ്റ്റ് മാസം 27-ാം തീയതി കുടമാളൂരിലെ മുത്തിയമ്മയുടെ ദേവാലയത്തിൽ മർത്തുമറിയം പഴയ പള്ളിയിൽ ഉള്ള മാമൂദസ തൊട്ടിയിലാണ് അവൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദൈവകൃപ ആദ്യമായിട്ട് അവൾ സ്വീകരിച്ചത്. ഭാരത സഭയുടെ അനുഗ്രഹമായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116ാമത് ജന്മദിന തിരുനാളിന് പാലായ്ക്ക് സമീപമുള്ള ആണ്ടൂരിൽ പ്രവർത്തിക്കുന്ന ഭാരത് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസിലെ അധ്യാപകരുടെയും
വിദ്യാർത്ഥിനികളുടെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. കേരളത്തിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കുന്നതിന് ഏറെ പ്രശസ്തമായ ഞങ്ങളുടെ ഭാരത് കോളേജ് ഓഫ് പാരാമെഡിക്കൽസിലേക്ക് ഏവർക്കും സ്വാഗതം. പുഞ്ചിരി ഒരു തിരിവട്ടമാണ്. സഹനങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ട ഭാരതത്തിൻ്റെ വിശുദ്ധയായ അൽഫോൻസാമയുടെ 116ാമത് ജന്മദിന ആഘോഷങ്ങൾക്ക് മഹിത ഹോം കെയർ ക്ലിനിക് തൊണ്ടൻകുഴി, മഹിത ക്ലിനിക് ശാസ്താംകൽ എന്നീ സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ആർപ്പൂക്കരക്കാർക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ക്ലിനിക്കാണ് മഹിത ക്ലിനിക്ക്. ആ മഹിത ക്ലിനിക്കിലെ എല്ലാ സേവനവും ആർപ്പൂക്കരയിലെ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരത്തി 1917 നവംബർ മാസം 27 അവളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും നടത്തിയത് ഈ പള്ളിയിൽ വെച്ചാണ്. അൽഫോൻസാമ്മയുടെ ജീവിതം, അവളുടെ ബാല്യം, കൗമാരത്തിലേക്കുള്ള ആ ഘട്ടം തുടങ്ങുന്ന ഘട്ടം വരെ അവൾ ഈ കുടമാളൂരിൻ്റെ ആ മണ്ണിൽ ഇവിടുത്തെ ആ വായുവും ജലവും എല്ലാം അനുഭവിച്ച് വളർന്നു വന്നവളാണ്. അതുകൊണ്ട് തന്നെ കുടമാളൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയുടെ അഭിമാന ഭാജനമാണ് അൽഫോൻസാമ്മ. അതുപോലെ തന്നെ വിശുദ്ധിയുടെ പരിമളം ലോകമെങ്ങും പരത്തിയത് വഴിയായിട്ട് കുടമാളൂരിൻ്റെ പ്രശസ്തിയും വാനോളം ഉയർത്തിയ വലിയ വിശുദ്ധയാണ് അൽഫോൻസാമ്മ. ഈ വർഷം ഈ ഇടവകയിൽ 3 തിരുനാളുകൾ അൽഫോൻസാമ്മയുടെ പേരിൽ ആചരിക്കപ്പെടുന്നുണ്ട്. ഒന്നാമത്തത് നമുക്കറിയാം, അവളുടെ മരണ ദിവസമായിട്ടുള്ള ജൂലൈ മാസം 28 തിരുനാൾ. അതോടൊപ്പം അവളുടെ ജനനത്തിൻ്റെ തിരുനാൾ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 10 മുതൽ 19 വരെയുള്ള തീയതികളിൽ 10 ദിവസങ്ങളിലായിട്ട് ജന്മഗൃഹത്തിൽ വെച്ച് അത് ആചരിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2008
2008 ഒക്ടോബർ മാസം 12-ാം തീയതി അവളെ നാമകരണം ചെയ്തതിൻ്റെ ഓർമ്മയും അതൊരു തിരുനാൾ ദിവസമായിട്ട് ഈ ഇടവക ദേവാലയത്തിൽ ആചരിക്കുന്നുണ്ട്. അപ്പം 3 തിരുനാളുകൾ ഈ കുടമാളൂരിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുകയാണ് അൽഫോൻസാമ്മയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. എല്ലാ വർഷവും അവളുടെ ജൂലൈ 28 തിരുനാളിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ശനിയാഴ്ച ഈ അതിരൂപതയിലെ എല്ലാ ഇടവകളിലെയും മിഷൻ ലീഗ് പ്രവർത്തകർ കാൽനട യാത്രയായി തീർത്ഥാടനം നടത്തി അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിലും കുടമാളൂർ പള്ളിയിലും വന്ന് പ്രാർത്ഥിക്കുന്ന വലിയ ഒരു സംഭവം എല്ലാ വർഷവും അരങ്ങേറുന്നുണ്ട്. ഈ വർഷവും അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി ശനിയാഴ്ച അൽഫോൻസാമ്മയുടെ 38ാമത് തീർത്ഥയാത്ര ഈ വർഷം ആചരിക്കപ്പെടുകയാണ്. ഇവിടുത്തെ ഇടവക ജനങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തീർത്ഥാടകർക്കും അൽഫോൻസാമ്മയെ സ്നേഹിക്കുന്ന എല്ലാ ജാതിമത ഭേദമന്യേയുള്ള എല്ലാ വിശ്വാസികൾക്കും എല്ലാവർക്കും കുടമാളൂരിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. വിശുദ്ധിയുടെ പാതയിൽ സ്വയം സമർപ്പിച്ച് സഹനത്തിലൂടെ സ്നേഹത്തിൻ്റെ മാതൃകയായി മാറിയ വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116ാമത് ജന്മദിന ആഘോഷങ്ങൾക്ക് കോലട്ടമ്പലം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ന്യൂ മജസ്റ്റി ടെക്സ്റ്റൈൽസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഭാരതസഭയുടെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116ാമത് ജന്മദിനാഘോഷം പ്രാർത്ഥനാപൂർവം ആഘോഷിക്കപ്പെടുകയാണ്. ഈ ആഘോഷവേളയിൽ പ്രീമിയർ ബേക്കേഴ്സിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. സഹനങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ട്
മനുഷ്യജീവന് നേർവഴി കാട്ടിത്തന്ന് ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയായി ജീവിച്ച അൽഫോൻസാമ്മ ജീവിച്ച് വളർന്നത് കുടമാളൂരിൻ്റെ മണ്ണിലാണ്. ഐശ്വര്യമുള്ള ഒരു നാടാണ്. അൽഫോൻസ ഭവനിൽ 116ാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അൽഫോൻസാമ്മയുടെ ജീവിതത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മളോട് വളരെ വിശദമായി സംസാരിക്കുന്നത് അൽഫോൻസ ഭവൻ്റെ സുപ്പീരിയർ സിസ്റ്റർ എലൈസ് മേരിയാണ്. സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുടമാളൂരിലുള്ള അൽഫോൻസ ജന്മഗൃഹത്തിൽ നമ്മൾ അൽഫോൻസാമ്മയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അത് വലിയ വലിയ ഓർമ്മകളിലേക്കാണ് നമ്മെ കൊണ്ടുപോവുക. ഇവിടെ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ആ ദിവസങ്ങളിൽ 9 ദിവസത്തെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, തിരുവചനം വായിച്ച് തിരുവചന സന്ദേശം ലഭിക്കുമ്പോൾ അൽഫോൻസാമ്മയുടെ ജീവിതത്തെ കുറച്ചുകൂടി നമ്മൾ അറിയുകയാണ്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ അൽഫോൻസാമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നതും അൽഫോൻസാമ്മയുടെ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും എനിക്കും നിങ്ങൾക്കും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും വലിയൊരു പ്രചോദനവും പ്രത്യാശയും നൽകുന്നതാണ്. ഇന്നിപ്പോൾ എന്താണ് സംഭവിക്കുക? ഒരു വിഷമമുണ്ടാകുമ്പോൾ ആദ്യത്തെ പടിയായിട്ട് നമ്മൾ സങ്കടപ്പെടുന്നു, രണ്ടാമത് നമ്മൾ നിരാശപ്പെടുന്നു, ദേഷ്യപ്പെടുന്നു, ആരോടെങ്കിലുമൊക്കെ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നു. പോരായെങ്കിൽ ദേഷ്യത്തിന് കാരണക്കാരായ വ്യക്തികളെ കൊല്ലാനും നമ്മൾ മടിക്കുന്നില്ല. നമുക്കറിയാം, ഈ കാലയളവിൽ സമൂഹ മാധ്യമത്തിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ വായിച്ചും കണ്ടും കേട്ടും കടന്നു പോകുന്ന കഥകളിൽ മിക്കതും പ്രതികാരത്തിൻ്റേതാണ്, സ്നേഹമില്ലായ്മയുടേതാണ്, ചതിയുടേതാണ്, വഞ്ചനയുടേതാണ്. പ്രണയം പറ്റില്ല, അല്ലെങ്കിൽ നിന്നോടുള്ള പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് ഒരു പെൺകുട്ടി പറഞ്ഞാൽ ആ കാമുകൻ എന്താ ചെയ്യുക? അവളെ സൂത്രത്തിൽ സ്നേഹം നടിച്ച് വിളിച്ചു വരുത്തിയിട്ട് കൊല ചെയ്യുന്നു. അല്ല എങ്കിൽ കുഴി ഒരുക്കി വെച്ചിട്ടാണ് പിതാവിനെയും സഹോദരങ്ങളെയും ഒക്കെ ഉപദ്രവിക്കുന്നതും ജീവനോടെ കുഴിയിലിട്ട് കൊല്ലാൻ മറവ് ചെയ്യാൻ പോലും തുനിഞ്ഞു നിൽക്കുന്നതുമൊക്കെ. എങ്ങനെയാണ് നമ്മൾ ഇതുപോലെ ദുഷ്ടതയുള്ള ഹൃദയം നമുക്കുണ്ടാവുന്നത്? ഈ കാലഘട്ടത്തിൽ ഇവിടെയാണ് അൽഫോൻസാമ്മയുടെ പ്രസക്തി. ജീവിത സാധാരണമായ പ്രശ്നങ്ങൾ എല്ലാ മനുഷ്യർക്കും അനുഭവപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മെ ചതിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തുന്നതായിരിക്കാം, കരിയറിൽ നമ്മുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നതായിരിക്കാം, നമ്മെ ചവിട്ടുപടിയാക്കി അവർ ഉയരങ്ങളിലേക്ക് കയറി പോകുന്നതായിരിക്കാം. ഏത് വിധേനയും സങ്കടങ്ങളും അപമാനങ്ങളും നിരാശയും അലട്ടാത്ത ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിൽ കടന്നു പോകുന്നില്ല. എന്നാൽ അൽഫോൻസാമ്മയെ ഓർമ്മിച്ച് നോക്കൂ. അൽഫോൻസാമ്മ ഈ ഭവനത്തിൽ നിന്ന്, ഇവിടുത്തെ വീട്ടിൽ നിന്ന് സന്യാസ ഭവനത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് 100 വർഷമായി എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. 1910 ജനിച്ച അൽഫോൻസാമ്മ 1927 ഫ്രാൻസിസ്കൻ ക്ലാരസഭയിൽ സന്യാസിനിയായിട്ട് ചേരുന്നത്. പിന്നീട് 19 വർഷം കൂടിയേ അൽഫോൻസാമ്മയ്ക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞു വരുന്നത് ഇത്രയുമാണ്. 36ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. അതും ടീച്ചർ ട്രെയിനിങ് പാസ്സായി 1 വർഷം അധ്യാപികയായിട്ട് ജോലി ചെയ്ത അൽഫോൻസാമ്മയാണ്. അങ്ങനെ അത്രയും കഴിവും പ്രാപ്തിയും ആടാനും പാടാനും പ്രസംഗിക്കാനും എഴുതാനും അലങ്കാരങ്ങൾക്കും സകല കലാവല്ലഭയായിരുന്ന ഒരു യുവതി ഈ കഴിവുകളൊന്നും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രകടിപ്പിക്കാൻ സാധ്യതകൾ ഇല്ലാതെ കടന്നു പോയിട്ടും ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും രോഗശയ്യയിലായിരുന്നിട്ടും എത്ര സന്തോഷത്തോടെയും തൃപ്തിയോടെയുമാണ് അൽഫോൻസാമ്മ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. വ്യക്തിപരമായിട്ട് നോക്കിയാൽ ടീച്ചർ ട്രെയിനിങ് പാസ്സായി 1 വർഷം അധ്യാപികയായി ജോലി നോക്കിയ വ്യക്തിക്ക് ബാക്കി പഠിപ്പിക്കാൻ പറ്റാതെ രോഗിയായിട്ട് നേരെ കട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ സന്യാസ ഭവനത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുമ്പോൾ 4 ഭിത്തിക്കുള്ളിൽ ശരിക്കും ഒതുങ്ങിപ്പോയ ജീവിതമായിരുന്നു അൽഫോൻസാമ്മയുടേത്. എന്നിട്ടും രോഗത്തിൻ്റെ അവശതകൾ, പ്രയാസങ്ങൾ, പരാധീനതകൾ ഒക്കെയും എത്ര സംതൃപ്തിയോട് കൂടിയാണ് അൽഫോൻസാമ്മ ജീവിച്ചത്. ഇതല്ല, ഇതിലപ്പുറവും ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്നൊരു മനോഭാവമായിരുന്നു അൽഫോൻസാമ്മയുടെ ജീവിതത്തെ എപ്പോഴും പ്രചോദിപ്പിച്ചിരുന്നത്. അതിന് കാരണമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം
ലഹരിയായിട്ട് അൽഫോൻസാമയുടെ ആത്മാവിൽ പെയ്തിറങ്ങിയപ്പോൾ ലോകം മുഴുവനും ജീവിതം മുഴുവനും സ്നേഹമായി അവൾക്ക് അനുഭവപ്പെട്ടു. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ എൻ്റെ മനോഭാവം, എൻ്റെ ഹൃദയത്തിൻ്റെ ചാച്ചിലുകൾ ഏത് രീതിയിലാണ്, ഞാൻ എങ്ങനെയാണ് വിചാരിക്കുന്നത്, ഇതാണ് ഒരു വ്യക്തിയെ നന്മയിലേക്കോ തിന്മയിലേക്കോ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് സിഗ്മ സിസ്റ്റേഴ്സിൻ്റെയും കൃപാമാത വെൽഡിംഗ് വർക്കേഴ്സിൻ്റെയും കളേഴ്സ് ഗ്രൂപ്പിൻ്റെയും തിരുനാൾ ആശംസ. വേദനകളെയും ദുഃഖങ്ങളെയും പുഞ്ചിരിയോടെ നേരിട്ട് ജീവിതം ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച് നമുക്കേവർക്കും അനുഗ്രഹം ചൊരിഞ്ഞ് അത്ഭുത പ്രവർത്തകയായ വിശുദ്ധ അൽഫോൻസാമ. വിശുദ്ധ അൽഫോൻസാമയുടെ 116ാമത് ജന്മദിനത്തിന് പ്രവിത്താനത്ത് പ്രവർത്തിക്കുന്ന തെക്കയിൽ ജുവലറിയുടെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ ജന്മദിന തിരുനാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. അൽഫോൻസാമയെ സംബന്ധിച്ച് എല്ലാ വിഷമങ്ങളും ദൈവം അറിഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. എൻ്റെ തമ്പുരാൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ വീട്ടിലും എൻ്റെ വല്യപ്പനും വല്യമ്മയും ഒക്കെ ഈ ഒരു ഡയലോഗ് സ്ഥിരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊരിക്കലും കലഹമുണ്ടാക്കുന്നില്ലായിരുന്നു. എത്ര പ്രശ്നങ്ങൾ വന്നാലും പൊട്ടിത്തെറിക്കാറില്ല. എത്ര സങ്കടങ്ങളോ പരാജയങ്ങളോ കൃഷിയിലെ നാശമോ അയൽക്കാർ ചതിച്ചതോ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ആരെയും പഴിക്കാതെ ഈ ഒരു വാചകമാണ് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയെ സ്ഥിരം പറഞ്ഞിരുന്നത്. തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. അവർക്കും മുൻപേ ജീവിച്ച അൽഫോൻസാമയാണ്. ഇന്നുണ്ടായിരുന്നുവെങ്കിൽ 116 വയസ്സ്. അപ്പോൾ അൽഫോൻസാമയ്ക്കും അൽഫോൻസാമയുടെ വല്യമ്മച്ചിയിൽ നിന്നും പിതാവിൽ നിന്നും ലഭിച്ച അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരിയിൽ നിന്നും പേരമ്മയിൽ നിന്നും ഒക്കെ ലഭിച്ച ഒരു ആശയം ഇതായിരുന്നു: ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് അൽഫോൻസാമയുടെ ആന്തരിക മനുഷ്യനെ ശരിക്കും ശക്തിപ്പെടുത്തി. നമ്മുടെയൊക്കെ ആന്തരിക മനുഷ്യൻ എത്ര ദുർബലനാണ്. മറ്റുള്ളവരിൽ നിന്ന് ഒരു തിക്ത അനുഭവം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടാകുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ് എൻ്റേതെങ്കിൽ എൻ്റെ ആത്മീയ മനുഷ്യൻ വളരെ വളരെ ദുർബലനാണ്. ആന്തരിക മനുഷ്യന് കരുത്തുണ്ടെങ്കിൽ മാത്രമേ ജീവിത അനുഭവങ്ങളെ സമചിത്തതയോടുകൂടി നേരിടാൻ സാധിക്കുകയുള്ളൂ. അൽഫോൻസാമയുടെ ജീവിതത്തിൻ്റെ നങ്കൂരം ദൈവമെന്നുള്ള ആ വലിയ ശക്തിയിൽ ഉറപ്പിച്ചിരുന്നതുകൊണ്ട് ഒരു കാര്യത്തിലും അൽഫോൻസാമയുടെ മനസ്സ് കലങ്ങിയിരുന്നില്ല, ആകുലപ്പെട്ടിരുന്നില്ല. പ്രിയ സ്നേഹിതരെ, ഇന്ന് അൽഫോൻസാമയുടെ ജന്മദിനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ
ഇങ്ങനെയൊരു മനോഭാവം നമുക്ക് സ്വായത്തമാക്കാനും നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാനും നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടും നന്നായി ജീവിച്ചു പോകുന്ന മനുഷ്യരില്ലേ? ഈ ദിവസങ്ങളിൽ പത്രത്തിൽ നാം വായിക്കുകയുണ്ടായി, ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ മക്കളായ ഫിലിപ്പിനെയും തിമോത്തിയെയും അവരുടെ വാഹനത്തിലിട്ട് ജീവനോടെ ചുട്ടുകൊന്ന അക്രമികളിൽ ഏറ്റവും അവസാനത്തെ ആളെ ഈ ദിവസങ്ങളിൽ വിടുതൽ നൽകി ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നു എന്ന്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ആ കൊലപാതകികൾക്ക് മാപ്പ് കൊടുത്തിരുന്നു. ഇതാണ് ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്നും പുലർത്തേണ്ടതെന്ന് അൽഫോൻസാമയ്ക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര കയ്പ് അനുഭവങ്ങൾ നേരിട്ടാലും നമ്മുടെ ആന്തരിക മനുഷ്യൻ കലങ്ങാതെ കുലുങ്ങാതെ പതറാതെ പിടിച്ചു നിൽക്കാനുള്ള കൃപ കിട്ടണമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു നങ്കൂരം, നമുക്കറിയാം കപ്പൽ നങ്കൂരം ഉറപ്പിച്ചാൽ മാത്രമേ സേഫായിട്ട് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ നങ്കൂരം, ആത്മാവിൻ്റെ നങ്കൂരം എവിടെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്? ഇത് ഓരോ വ്യക്തിയും വ്യക്തിപരമായിട്ട് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. എനിക്കൊരു പ്രയാസം വരുമ്പോൾ, നിരാശയുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ പഴിക്കുന്നത് കൊണ്ടോ അവരെ കൊല്ലാൻ നടക്കുന്നത് കൊണ്ടോ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. അത് നമുക്കും അവർക്കും ദോഷമേ വരുന്നുള്ളൂ. ക്ഷമിക്കാനും സ്നേഹിക്കാനും ജീവിതം മുഴുവനായിട്ട് സ്നേഹമായി രൂപാന്തരപ്പെടുത്താനുമാണ് ഈ അൽഫോൻസാമ നമ്മെ പഠിപ്പിക്കുന്നത്. അൽഫോൻസാമ ഇടയ്ക്ക് പറയുമായിരുന്നു, എൻ്റെ ഹൃദയം മുഴുവൻ സ്നേഹമാണെന്ന് തോന്നുന്നു, എനിക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല, എല്ലാവരെയും എല്ലാറ്റിനെയും സ്നേഹിക്കാനേ എനിക്ക് സാധിക്കുകയുള്ളൂ. ഇത് ഒരു അവബോധമായിട്ട് നമുക്കും ഒന്ന് സ്വീകരിക്കണ്ടേ? ഇവിടെ അൽഫോൻസ ജന്മഗൃഹത്തിൽ ഓഗസ്റ്റ് 10 മുതലുള്ള തിരുനാൾ ദിനങ്ങളിൽ, നൊവേന ദിനങ്ങളിൽ അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ആ പ്രാർത്ഥനകളിൽ വൈകുന്നേരം 4:30 സായാഹ്ന പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും നൊവേനയും എല്ലാ ദിവസവും 10-ാം തീയതി തൊട്ട് 18-ാം തീയതി വരെ. 19-ാം തീയതി വൈകുന്നേരം തിരുനാൾ നമ്മൾ വളരെ ആഘോഷമായിട്ട് നടത്തുകയാണ്. അപ്പോൾ ആ ഒരു തിരുനാൾ ഒരുക്കങ്ങളിലാണ് ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. അൽഫോൻസ ഭവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ആയിരിക്കുന്നത്. തിരുനാളിൻ്റെ നന്മകളും ദൈവാനുഗ്രഹവും എല്ലാവർക്കും നേരുന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് കൂടുതൽ കൃപയും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനായിട്ട് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു. വിശുദ്ധ അൽഫോൻസാമയുടെ 116ാമത് ജന്മദിന ആഘോഷത്തിന് കുറുപ്പത്തറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെൻറ്റ് സേവിയേഴ്സ് സ്കൂൾ ഓഫ് നേഴ്സിംഗിൻ്റെയും സെൻറ്റ് സേവിയേഴ്സ് ഹോസ്പിറ്റൽ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്വാസത്തിൻ്റെ നെയ്ത്തിരി നാളവുമായി നമുക്ക് അനുഗ്രഹം ചൊരിയുന്ന ഭാരതസഭയുടെ പ്രഥമ വിശുദ്ധ അൽഫോൻസാമയുടെ 116ാമത് ജന്മദിനത്തിന് രുചികളുടെ വ്യത്യസ്ത ലോകവുമായി നമ്മളെ കാത്തിരിക്കുന്ന നിണ്ടൂരിൽ പ്രവർത്തിക്കുന്ന മൈ ഏഞ്ചൽ റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊള്ളുന്നു.
ഭാരതത്തിൻ്റെ തന്നെ ആദ്യത്തെ വിശുദ്ധയാണ് നമ്മുടെ അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയുടെ ജന്മഗൃഹം തന്നെ ഈ ആർപ്പൂക്കരയിലാണ് എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നവരാണ്. കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മണ്ണ് തന്നെ അൽഫോൻസാമ്മയുടെ പാദസ്പർശനമേറ്റ മണ്ണാണ്. മുട്ടത്തുപാടത്തെ കുടുംബവും ഈ ഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അൽഫോൻസാമ്മ ധാരാളം പ്രാവശ്യം ഇതിലെ നടന്നു പോയ തൊണ്ണംകുഴി സ്കൂള് എൻ്റെ തൊട്ടടുത്താണ്. ആ തൊണ്ണംകുഴി സ്കൂളിലാണ് അൽഫോൻസാമ്മ പഠിച്ചത്. അതുപോലെ തന്നെ കുടമാളൂരുമായിട്ടുള്ള ബന്ധം, ആർപ്പൂക്കരയായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ നല്ല സഹനത്തിൻ്റെ പുത്രിയാണ് അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയുടെ ആ കാലഘട്ടങ്ങളിൽ അത് ധാരാളം, പ്രത്യേകിച്ച് മാതാപിതാക്കളും എല്ലാവരുമായിട്ടൊക്കെ സഹകരിച്ച്, അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജീവിച്ച നമുക്കെല്ലാവർക്കും അറിയാം, ആർപ്പൂക്കരയ്ക്ക് തന്നെ പ്രചോദനമായ ഒരു മഹത് വ്യക്തിയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയുടെ ഈ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമി, അതുകൊണ്ട് ഞങ്ങൾ ആർപ്പൂക്കരക്കാരെല്ലാവരും ഇപ്പോൾ പുണ്യഭൂമിയിലെ ഓരോ അംഗവുമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മധ്യസ്ഥം തന്നെ ഞങ്ങൾ അപ്പോൾ അപേക്ഷിക്കുന്നത്, നാടിൻ്റെ മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ധാരാളം വിശുദ്ധരുണ്ട്. നമ്മുടെ ഇവിടെ തന്നെയാണ് നമ്മുടെ വിശുദ്ധ ചാവറയച്ചൻ്റെയും കബറടക്കിയിരിക്കുന്നത്. എങ്കിൽ പോലും നാടിൻ്റെ വിശുദ്ധയാണെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങളുടെ എല്ലാ ആർപ്പൂക്കരയുടെ, കുടമാളൂർ പള്ളിയുടെ നമുക്കൊക്കെ അഭിമാനമുണ്ട്. നാടുകളിലെല്ലാവരും ഇവിടെ തീർത്ഥാടകരായിട്ട് എത്തുന്നത്. അൽഫോൻസ തീർത്ഥാടനത്തിന് ധാരാളം കുഞ്ഞുങ്ങളാണ് നമ്മളുടെ മിഷൻ ലീഗിൻ്റെ പിള്ളേർ ഇവിടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഈ ആർപ്പൂക്കരയ്ക്ക് ഏറ്റവും അഭിമാനമാണ്. കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള എത്രയോ പള്ളികളിൽ നിന്നാണ് അവർ തീർത്ഥയാത്രയായിട്ട്, ഈ കഴിഞ്ഞ തീർത്ഥയാത്ര എന്ന് പറയുന്നത് നല്ല മഴക്കാലമായിരുന്നു. എങ്കിൽ പോലും ഒരാൾ പോലും കുറയാതെ ആ തീർത്ഥാടനം വളരെയധികം മനോഹരമായിട്ടാണ് ഇവിടെ നടന്നത്. അൽഫോൻസ ഭവനത്തിലും അതുപോലെ തന്നെ കുടമാളൂർ പള്ളിയിലും അതിൻ്റെ പരിസമാപ്തി നടന്ന് ഇപ്പോൾ നമ്മുടെ ഏതാണ്ട് ഈ കഴിഞ്ഞ 19-ആം തീയതി നമ്മളുടെ അൽഫോൻസാമ്മയുടെ തിരുനാൾ സമാപിക്കുകയാണ്. ആ തിരുനാൾ സമാപിക്കാൻ നേരത്ത് അതിൻ്റെ പ്രദക്ഷിണമൊക്കെ ഈ ആർപ്പൂക്കരയെ കൂടി തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അതിൽ സന്തുഷ്ടരാണ്, അഭിനന്ദനാകരമാണ്. ഞങ്ങളെല്ലാവരും വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം തേടുന്നു. ആ മാധ്യസ്ഥം വഴി ദൈവകുമാരനോട് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ മാധ്യസ്ഥവും വിശുദ്ധ അൽഫോൻസാമ്മ വഴി ഞങ്ങൾക്ക് കിട്ടുന്നു എന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116ാമത് ജന്മദിനാഘോഷത്തിന് നീണ്ടൂർ ഏറ്റുമാനൂർ റോഡിൽ കൈപ്പുഴ ആട്ടുകാരൻ കവലയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോലെക്സ് കാർ വാഷ് ആൻഡ് ഡീറ്റെയിലിംഗ് സ്പായുടെ ആശംസകൾ. സഹനങ്ങളുടെ രാജകുമാരിയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116ാമത് ജന്മദിനം കുടമാളൂർ അൽഫോൻസ ജന്മഗൃഹത്തിൽ വെച്ച് സമുചിതമായി ആഘോഷിക്കപ്പെടുകയാണ്. ഈ ധന്യ നിമിഷങ്ങൾക്ക് 45 വർഷത്തിലേറെയായി കോട്ടയം ശാസ്ത്രി റോഡിൽ പ്രവർത്തിക്കുന്ന ബാബൂസ് നമ്പർ പ്ലേറ്റ് എന്ന സ്ഥാപനത്തിൻ്റെയും അതോടൊപ്പം തന്നെ പാറൂലിക്കൽ കവലയിൽ പ്രവർത്തിക്കുന്ന ബാബൂസ് സീറ്റ് കവർ ആക്സസറീസ് എന്ന സ്ഥാപനത്തിൻ്റെയും ഹൃദ്യമായ ആശംസകൾ.
ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്കാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത സ്വർഗവും ഭൂമിയും തൊട്ടിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. അൽഫോൻസാമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് പണ്ട് ഇവിടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള മിഷൻ ലീഗിൻ്റെ ഒരു പദയാത്രയായിരുന്നു. അന്ന് അധികം ആളൊന്നുമില്ല, കുറച്ച് ആൾക്കാർ കൂടി വന്നു. അപ്പം ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരാണ്. അപ്പോഴത്തേക്ക് അന്നത്തെ വികാരിയച്ഛനായ നമ്മുടെ ഇളയച്ചകളം അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരു കുരുത്തോല കൊണ്ട് കുറച്ച് വെള്ളം ഞങ്ങൾ അവർ നടന്നാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ വർഷം കൂടി ഭംഗിയായിട്ട് നടത്തുകയും പിറ്റേ വർഷം മുതൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കുകയും ചെയ്തു. ഇപ്പോൾ അത് 116 വർഷത്തെ ഗംഭീരമായ രീതിയിൽ പള്ളിയിലും ഇവിടെയും ഭയങ്കരമായിട്ട് ആഘോഷിച്ച് ധാരാളം ഒരു 10-50,000 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഏത് തലമുറയിൽപ്പെട്ടവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് അൽഫോൻസാമ്മ അല്ലേ? അതെ അതെ. ഞങ്ങളിപ്പം എനിക്കിപ്പം ഇപ്പോൾ എനിക്ക് 64 വയസ്സുണ്ട്. അത് കൊച്ചിലെ ഞങ്ങളെ ആനന്ദ് പുള്ളിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു തന്നു. അന്ന് മുതലുള്ള പ്രവർത്തനം ഇപ്പോഴും ഭംഗിയായിട്ട് പോകുന്നു. നമസ്കാരം ചേട്ടാ. ഇപ്പം എന്തൊക്കെ ഓർമ്മകളാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? അൽഫോൻസാമ്മയുടെ ഓർമ്മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ കണ്ട്, ചെറുപ്പം തൊട്ട് വളർന്ന്, ഞാനിവിടെ ദൂരെ ആണെങ്കിലും ചെറുപ്പം തൊട്ട് ഈ വഴി വന്നിട്ട് കണ്ടിട്ടുണ്ട്. പെരുന്നാളിന് വേണ്ടി വരും. പണ്ടങ്ങാട്ട് ഇവിടെ ഞങ്ങളുടെ കുടവളപ്പള്ളിയിൽ അതിന് ഗംഭീരമായിരുന്നു. അതിൻ്റെ പോലെ തന്നെ ഇവിടെയും നല്ല ഗംഭീരമായിട്ട് പെരുന്നാൾ എല്ലാ വർഷവും ആഘോഷിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി. ഇപ്പോഴത്തെ ഈ തലമുറ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ അത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ചെറിയ തലമുറ ആരും വരുന്നില്ല. പിന്നെ അതെ, നമ്മൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ വന്ന പോലെ തന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇവിടെ ഇപ്പോൾ വരുന്നില്ല. എല്ലാം പ്രായമുള്ളൊരു ശരിക്കും മനസ്സിലാക്കേണ്ട ഒരാളാണ്. 45-50 വയസ്സിന് മേലെ ആൾക്കാരെ കൂടുതലും ഇപ്പോൾ എവിടെയോ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാണ് ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ആൻ്റണി എന്നാണ്. ശരി, ഓക്കെ, താങ്ക് യു ചേട്ടാ. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമായി നമുക്കേവർക്കും അനുഗ്രഹം ചൊരിയുന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116ാമത് ജന്മദിന ആഘോഷങ്ങൾക്ക് മുരിക്കൻസ് ഗ്രൂപ്പ് കരുത്തുരുത്തി ബ്രാഞ്ച് കല്ലിശ്ശേരി, കോട്ടയം ആൻഡ് എറണാകുളം എന്ന സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും മറ്റെല്ലാവരുടെയും പേരിലുള്ള ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊള്ളുന്നു. സഹനങ്ങളെ പുഞ്ചിരിയോടെ നേരിട്ട് ലോക ജനതയ്ക്ക് മാതൃകയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116ാമത് ജന്മദിന ആഘോഷങ്ങൾക്ക് പാലാ കൊടുമ്പിടിയിൽ പ്രവർത്തിക്കുന്ന സന്ധ്യ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഹൃദ്യമായ ആശംസകൾ നേരുന്നു.
വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116ാമത് ജന്മദിനാഘോഷത്തിന് അന്തനാട്ടിൽ പ്രവർത്തിക്കുന്ന മുരുക ബേക്കിംഗ് യൂട്ടൻസിൽസിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമസ്കാരം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളും ബിൽഡിങ്ങുകളും മികച്ച രീതിയിൽ നിർമ്മിക്കുന്നതിന് വേണ്ട പ്ലാനുകളും അതേപോലെ തന്നെ എസ്റ്റിമേഷനും കൺസ്ട്രക്ഷൻ വർക്കുകളും ഒക്കെ ചെയ്യുന്നതിന് ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനം പാല മുരിക്കുപുഴയിലെ ഈസി ബിൽഡേഴ്സ്. 116ാമത് അൽഫോൻസാമ്മയുടെ ജന്മദിന ആഘോഷങ്ങൾക്ക് മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിൽ ഈസി ബിൽഡേഴ്സ് ഹൃദ്യമായ ആശംസകൾ ഏവർക്കും നേരുന്നു. അൽഫോൻസാമ്മ ഇന്നത്തെ ലോകത്തിൽ ഒരു ചോദ്യചിഹ്നമാണ്. ഇന്ന് വലിയ കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്നൊരു കാലത്ത് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ ചെറിയ ജോലികളും ചെറിയ പുണ്യപ്രവർത്തികളും മാത്രം ചെയ്ത് വലിയ വിശുദ്ധിയായവളാണ്. അൽഫോൻസാമ്മ നമ്മളോട് ചോദിക്കുന്നതാണ് വിശുദ്ധി നേടുവാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്ന്. വിശുദ്ധി നേടുവാൻ ചെറിയ കാര്യങ്ങളിലും വിശ്വസ്തയായിരിക്കുക, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം ചെയ്യുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ചെറിയ കാര്യങ്ങളുടെ വലിയവരാകുവാൻ, വലിയ വിശുദ്ധി നേടുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമെന്ന് അൽഫോൻസാമ്മയുടെ ജീവിതം നമ്മുടെ മുൻപിൽ മാതൃകയായിട്ട് നൽകുകയാണ്. നമുക്ക് ആ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കാം. അൽഫോൻസാമ്മയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ നടത്തുന്ന എല്ലാ പുണ്യപ്രവൃത്തികളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയോട് അൽഫോൻസാമ്മ വേണ്ട അനുഗ്രഹങ്ങൾ ഈ നാടിനും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് എൽസമ്മ എന്നാണ്. എൽസമ്മ സേവ്യർ. ഹസ്ബൻഡിൻ്റെ പേര് സേവ്യർ എന്നാണ്. ഞങ്ങൾ 3 മക്കളാണ്. അതിൽ ഒരു മോളെ മാത്രം കെട്ടിച്ചു. മറ്റേ 2 ആൺപിള്ളേരുണ്ട്. അവർക്ക് വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്നു. അവരെ കെട്ടാത്ത നല്ല പ്രയാസമായിരുന്നു. ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കുന്നു. ഒരാൾക്ക് ഇപ്പോൾ ശരിയായി. ഞാൻ കല്യാണം കഴിഞ്ഞ് ഈ അമ്മയടുത്ത് വിട്ടേക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ എനിക്ക് എല്ലാം നേടിത്തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ ഈ രാത്രി വന്നത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാം. എന്നും കിടക്കാൻ നേരം അമ്മയ്ക്ക് വേണ്ടി
അമ്മയുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ഞാൻ ചോദിക്കും, അമ്മയ്ക്കും കാലിന് വയ്യാത്ത, എനിക്കും കാലിന് വയ്യാത്ത അവസ്ഥയിലായിപ്പോയി. അമ്മ ഇത് എനിക്ക് മാറ്റിത്തരണമെന്ന് പറഞ്ഞ്. അമ്മ എനിക്ക് പല വേദനകളും, ഞാൻ രാത്രി മുഴുവനും വേദനകൾ വരുമ്പോഴെല്ലാം അമ്മയോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കും. ആ വേദന അമ്മ എനിക്ക് സാധിച്ചു തന്നു. എനിക്ക് എങ്ങനെയും നടക്കാൻ ഒട്ടും നടക്കത്തില്ലായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കെല്ലാം സാധിച്ചു തന്നു. എനിക്ക് ഇനിയും അമ്മ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ സാധിച്ചു തരുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അമ്മ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അമ്മ മാറ്റിത്തരുമെന്ന് എനിക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജന്മദിനത്തിന് ഏറ്റുമാനൂർ പ്രവർത്തിക്കുന്ന അനിൽസ് ജെകെമോ കരാട്ട അക്കാഡമിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116ാമത്തെ ജന്മദിന തിരുനാളിന് കൊല്ലപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന സജി മെറ്റൽ റിപ്പയറിംഗ് ഷോപ്പിൻ്റെ ആശംസകൾ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പറഞ്ഞു. ഇതെൻ്റെ മക്കളാണ്, ഇതെൻ്റെ ഹസ്ബൻഡാണ്. എനിക്ക് ഈയിടെ ഒരു വലിയൊരു മേലാഴിക ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരി ഇവിടെ തൊട്ടടുത്ത് ചിലമ്പട്ടശ്ശേരി എന്ന് പറഞ്ഞ വീട്ടിലാണ് താമസിക്കുന്നത്. സഹോദരിയുടെ പേര് ഫിലോമിന. ചേച്ചി ഇവിടെ കുടമാളൂർ പള്ളി ജോലി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു വലിയൊരു ഭക്തയാണ് എൻ്റെ ചേച്ചി. അപ്പം ഞാൻ വയ്യാഴികയായിട്ട് ഇരിക്കുമായിരുന്നു. എനിക്ക് ഒരു മുട്ടിന് വേദന വരികയും അത് ഞാൻ ഖത്തറിലായിരുന്നു 6 വർഷമായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മുട്ടിന് വേദനയുണ്ടായി. പല 2-3 ഡോക്ടേഴ്സിനെ കാണിച്ചു. അവരെല്ലാവരും സംശയം പറഞ്ഞു. മുട്ടിന് വേദന ഉണ്ടായി പല ടെസ്റ്റുകളും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 3-4 സ്കാൻ ചെയ്തു. അന്നേരപ്പോഴെല്ലാം എൻ്റെ ചേച്ചി ഈ കുടമാളൂരിലെ അൽഫോൻസാമ്മയുടെ അടുത്ത് മുട്ടിപ്പായിട്ട് ചേച്ചിയും സഹോദരങ്ങളും കൂട്ടുകാരും എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ഇവിടുത്തെ സിസ്റ്റേഴ്സിനോടൊക്കെ ആണെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവിടുത്തെ അച്ഛന്മാരോടെല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്ക് ക്യാൻസറാന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, 3rd സ്റ്റേജാണെന്നും പറഞ്ഞു. ഞങ്ങൾ ആകെപ്പാട് സാമ്പത്തികമായിട്ടും എല്ലാം ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല. ഞങ്ങൾ ഒത്തിരി ദാരിദ്ര്യത്തിലും ദുരിതത്തിലും ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. അവിടുന്ന് ഞാൻ പ്രാർത്ഥിച്ചു,
മാതാവിനോടും ഈശോയോടും മുട്ടിപ്പായിട്ട് എൻ്റെ സഹോദരങ്ങളും എൻ്റെ കൂട്ടുകാരും എൻ്റെ നാട്ടുകാരും എൻ്റെ മക്കളും എല്ലാവരും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈശോ എൻ്റെ അസുഖം എടുത്തു മാറ്റിയെന്ന് അത്ഭുതമായിട്ട് തന്നെ ഞാൻ പറയുകയാണ്. എടുത്തു മാറ്റി. അതൊരു വലിയൊരു അത്ഭുതമാണ്. എൻ്റെ ജീവിതം തീർന്നു എന്ന് 4 ഡോക്ടേഴ്സ് വിധി പറഞ്ഞതാണ്. അവിടുന്ന് ഞങ്ങൾ ബയോപ്സിക്ക് വിടുകയും എല്ലാം ചെയ്തു. അവസാനം ഞങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതിൻ്റെയൊക്കെ ഫലം എൻ്റെ ചേച്ചിയുടെയും എൻ്റെ സഹോദരങ്ങളുടെയും എൻ്റെ നാട്ടുകാരുടെയും ഞങ്ങളുടെ ഇടവകക്കാരുടെയും ഈ കുടമാളൂർ ചേച്ചിക്ക് അറിയാവുന്ന എല്ലാ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും കൂട്ടുകാരോടും എല്ലാ അൽഫോൻസാമ്മയോടും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഈ രാത്രിയിൽ ഇവിടെ വന്നത്. അൽഫോൻസാമ്മയുടെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞ് തുതിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ എൻ്റെ കുഞ്ഞിലെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഇവിടെ വരികയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അൽഫോൻസാമ്മയുടെ അടുത്ത് ഞാൻ എനിക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അൽഫോൻസാമ്മ ഈശോയോട് എനിക്ക് മാധ്യസ്ഥം വഹിച്ച് നേടിത്തന്നിട്ടുണ്ട്. ആ ഒരു വലിയ അനുഭവം ഞാൻ ഇവിടെ പറയുകയാണ്. എനിക്ക് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല. എങ്കിലും ഞാൻ അൽഫോൻസാമ്മയുടെ ഈ നാമത്തിൽ ഇവിടെ വന്ന് ഇങ്ങനെ എൻ്റെ ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച അൽഫോൻസാമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. 116 വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് കോട്ടയം ഏറ്റുമാനൂർ പ്രവർത്തിക്കുന്ന കരിമ്പിൾ ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ തിരുനാൾ മംഗളാശംസകൾ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116 തീർത്ഥാടനത്തിന് ഏറ്റുമാനൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്ന ടീസ്ന ഫുഡ് കോർട്ടിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഉപമകൾ വഴിയാണ് ഇവയെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നില്ല. കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ലോകം വിട്ട പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു. അവന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഇപ്പോൾ ഇതാ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു, ഉപമയൊന്നും പറയുന്നുമില്ല.
നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്നതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോ ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് ധരിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുമെൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പുഞ്ചിരി ഒരു തിരുവട്ടമാണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന വിശുദ്ധയായ അൽഫോൻസാമയുടെ 116ാമത് ജന്മദിനത്തിന് ആർപ്പുകര തൊണ്ണംകുഴിയിൽ പ്രവർത്തിക്കുന്ന തോഡൻസ് ഇൻഡസ്ട്രീസിൻ്റെ എല്ലാവിധ ആശംസകളും ഹൃദ്യമായി ഏവർക്കും നേരുന്നു. ലോകത്തെ കീഴടക്കിയ ഈശോയോട് ചേർന്ന് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കെട്ടുപാടുകളിൽ നിന്നുമൊക്കെ മാറി ഈ ലോകത്തിൽ തന്നെ ജീവിച്ച് വിശുദ്ധിയായ അൽഫോൻസാമയുടെ തിരുനാള് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശോയുടെ തിരുവചനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 13-ാം അധ്യായത്തിലാണ് ഈശോ ശിഷ്യന്മാരുടെ പാദം കഴുകി ചുംബിക്കുന്നത്. പാദമൊക്കെ കഴുകി ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാരാകപ്പാടെ സങ്കടപ്പെട്ടിരിക്കുന്നു. 14-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, സ്ഥലമൊരുക്കാൻ വേണ്ടി പോകും, നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ പിന്നീടും വരുമെന്ന് ഈശോ പറയുന്നുണ്ട്. തുടർന്നാണ് ശിഷ്യന്മാർ 3 പേര് പടിപടിയായിട്ട് ഈശോയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആദ്യം ചോദിക്കുന്നത് തോമാസ്ലീഹയാണ്. എങ്ങോട്ടാണ് പോകുന്നത്, വഴി അറിയില്ലല്ലോ എന്ന് തോമാസ്ലീഹ ചോദിക്കുമ്പോൾ ഈശോ പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് ഈശോ പറയുന്നു. രണ്ടാമത് ചോദിക്കുന്നത് ഫിലിപ്പോസ്ലീഹയാണ്. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് ഈശോയോട് പറയുമ്പോൾ ഫിലിപ്പോസിനോട് ഈശോ പറയുന്നുണ്ട്, ഇത്രയും നാളും കൂടെയുണ്ടായിട്ട് നീ എന്നെ മനസ്സിലാക്കുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ തന്നെയാണ് കാണുന്നതെന്ന് പറഞ്ഞ് ഈശോ ദൈവമാണെന്ന് അവിടെ പ്രഖ്യാപിക്കുക. ഞാൻ ദൈവവും ഞാനും ഒന്നാണെന്നുള്ള കാര്യം ഈശോ അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഫിലിപ്പോസ്ലീഹയുടെ മറുപടിയായിട്ട് എന്നെ കാണുന്നവൻ പിതാവിനെയും കാണും. പുഞ്ചിരി ഒരു തിരുവട്ടമാണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന നമുക്ക് മാതൃകയായ വിശുദ്ധ അൽഫോൻസാമയുടെ 116ാമത് ജന്മദിന ആഘോഷങ്ങൾക്ക് പാലാ പ്രവിത്താനത്ത് പ്രവർത്തിക്കുന്ന കുന്നുംപുറത്ത് ഹാർഡ്വെയർസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊള്ളുന്നു.
116 വിശുദ്ധ അൽഫോൺസാമയുടെ ജന്മദിന തിരുനാളിന് കളത്തിപ്പടിയിൽ പ്രവർത്തിക്കുന്ന RK ഓയിൽ മില്ലിൻ്റെ തിരുനാൾ ആശംസകൾ. നിന്റെ ആത്മാവിനെ നീ വർഷിക്കണമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ, എന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ, എന്റെ സഹനങ്ങളെ നീ സംരക്ഷിക്കണമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ, നിരാശയിൽ നിന്നെ പിന്തിരിപ്പിക്കണമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ, പ്രതീക്ഷയാൽ എന്നെ നീ ഉണർത്തണമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ, ദുഃഖങ്ങളിൽ എന്നെ നീ ഉണർത്തണമേ, തിന്മയിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ, ദൈവവിളികളാൽ സഭയെ നീ അലങ്കരിക്കണമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ, നിന്നെ അനുഗമിക്കുവാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ, എന്റെ ഹൃദയത്തെ നീ സ്പർശിക്കണമേ, എന്റെ കർത്താവേ. ഭാരതസഭയുടെ പ്രഥമ വിശുദ്ധയായ വിശുദ്ധ അൽഫോൺസാമയുടെ 116 ജന്മദിനത്തിന് SH മൗണ്ടിൽ പ്രവർത്തിക്കുന്ന പെറ്റ്സ് പാൻട്രിയുടെയും ചൂട്ടുവലിയിൽ പ്രവർത്തിക്കുന്ന ബാർക്ക് ആൻഡ് പൗസിൻ്റെയും ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊള്ളുന്നു. നമസ്കാരം. വിശുദ്ധയായ അൽഫോൺസാമ്മയുടെ 116 ജന്മദിനാഘോഷങ്ങൾക്ക് തൊണ്ടൻകുടിയിൽ പ്രവർത്തിക്കുന്ന
നാഗാർജുന ആയുർവേദ ഔഷധശാലയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. വിശുദ്ധ അൽഫോൻസാമ്മയുടെ അനുഗ്രഹം തേടി 10,000-കണക്കിന് ആളുകളാണ് അനുദിനം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് ആർപ്പുക്കരയുടെ ബഹുമാന്യനായ ഒരു സാരഥിയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ പേര് ചോദിക്കാം. എന്താണ് പേരെന്താണ്? ആനന്ദ് പഞ്ഞിക്കാരൻ. ഇവിടുത്തെ ആർപ്പുക്കര പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പം ഇവിടുത്തെ ഈ ആഘോഷങ്ങളെ കുറിച്ച് പ്രസിഡന്റ് ഒന്ന് പറഞ്ഞാൽ. എല്ലാ വർഷവും വളരെ വിപുലമായി തന്നെ അൽഫോൻസാമ്മയുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. 10 ദിവസം നവേനയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പ്രാർത്ഥനകളും ഒക്കെ കുർബാനയൊക്കെ ഉണ്ട്. വളരെ ഭക്തിയോടുകൂടി ജനങ്ങളെല്ലാം പങ്കെടുക്കുന്ന വലിയൊരു ചടങ്ങാണിത്. ഒത്തിരി പേർക്ക് അനുഗ്രഹം കിട്ടാറുണ്ട്. വളരെ വിശ്വാസവും വളരെ അച്ചട്ടുമുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ്. അൽഫോൻസാമ്മയുടെ ഓർമ്മകൾ എന്തൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? ഒരു എളിമയുടെയും സഹനത്തിൻ്റെയും ഒരു പ്രതീകം എന്നുള്ള രീതിയിൽ ലോകത്തിനൊക്കെ മാതൃകയായിരുന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയുടെ മധ്യസ്ഥം തരുന്നവർക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന അതുകൊണ്ട് തന്നെ ആ സഹനത്തിൻ്റെ ഒരു മാതൃക എല്ലാവരും പിന്തുടരുന്നതുകൊണ്ടാണ്. ഓരോ വർഷം ചെല്ലുന്നതോറും ആളുകളുടെ എണ്ണം കൂടി വരികയാണ് ഇവിടെ, അല്ലേ? തീർച്ചയായിട്ടും അതെ. ഓരോ വർഷം തോറും അൽഫോൻസാമ്മയിലേക്കുള്ള ജനങ്ങളുടെ വിശ്വാസം കൂടി വരിക, അതുകൊണ്ട് ആൾക്കാരോട് കൂടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116ാമത് ജന്മദിനം കുടമാളൂർ അൽഫോൻസ ജന്മഗൃഹത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ ധന്യ നിമിഷങ്ങൾക്ക് കോട്ടയം പുല്ലരിക്കുന്നിൽ പ്രവർത്തിക്കുന്ന ദേവ ഓട്ടോ ഇലക്ട്രിക്കൽസിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും ഹാർദമായി നേരുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116ാമത് ജന്മദിനത്തിന് പനമ്പാലത്ത് പ്രവർത്തിക്കുന്ന A&A2 വീലർ വർക്ക്ഷോപ്പിൻ്റെ എല്ലാവിധ പെരുന്നാൾ ആശംസകളും. പരിശുദ്ധനും നിഷ്കളങ്കനുമായി അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുവാൻ പാപിയായി എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നിന്നോട് കൂടെയുള്ള യാത്രയിൽ വഴിതെറ്റാതെ എന്നെ നീ കാക്കണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നിത്യവും നിന്റെ പരിപാലനം കാണുവാൻ
നിത്യവും നിന്റെ പരിപാലന കാണുവാൻ എന്റെ കണ്ണുകളെ നീ തുറക്കണമേ. എന്റെ കണ്ണുകളെ നീ തുറക്കണമേ. എന്റെ കർത്താവേ എന്റെ ദൈവമേ, എന്റെ കർത്താവേ എന്റെ ദൈവമേ. ജീവിതമാകുന്ന ഗലീല കടലിലൂടെ നിർഭയമായി യാത്ര ചെയ്യുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. എന്റെ കർത്താവേ എന്റെ ദൈവമേ, എന്റെ ഹൃദയത്തെ നീ ജ്വലിപ്പിക്കണമേ. എന്റെ കർത്താവേ എന്റെ ദൈവമേ, അങ്ങയുടെ സുവിശേഷത്താൽ എന്റെ ബോധത്തെ പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവേ എന്റെ ദൈവമേ, നിന്റെ തിരുമുഖഛായയിൽ നീ പതിപ്പിക്കണമേ. എന്റെ കർത്താവേ എന്റെ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്റെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ. എന്റെ കർത്താവേ എന്റെ ദൈവമേ, പൂർണ്ണഹൃദയത്തോടെ അങ്ങേ സ്നേഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നമസ്കാരം. പ്രകൃതിയുടെ അനുഗ്രഹവും പരമ്പരാഗതമായി കൈമാറി വന്ന ചികിത്സാ രീതികളും സമന്വയിക്കുന്ന ഒരു തിരുമ്മ വൈദ്യചികിത്സാ കേന്ദ്രം. ഏറെ പ്രശസ്തനായ AK കേളുവൈദ്യൻ നടത്തപ്പെടുന്ന കോട്ടയം ജില്ലയിലെ കുടമാളൂർ പള്ളിക്ക് സമീപം പുളിഞ്ചോടിലുള്ള ദയ വയനാടൻ ആദിവാസി വംശീയ വൈദ്യചികിത്സ ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ 116ാമത് അൽഫോൻസാമ്മയുടെ ജന്മദിനത്തിന് മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ ആശംസകൾ നേരുകയാണ്. സഹനം ദൈവത്തോട് അടുക്കാനുള്ള ഏക വഴിയാണ്. അത് പരാതിയില്ലാതെ ചുമക്കുക എന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയായ അൽഫോൻസാമ്മ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ 116ാമത് ജന്മദിനത്തിന് സംക്രാന്തിയിൽ പ്രവർത്തിക്കുന്ന ചെറുപുഷ്പം ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി വെയർസ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ ആശംസകൾ ഏവർക്കും നേരുന്നു. അൽഫോൻസാമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പങ്കുവെക്കാൻ നമ്മുടെ ഒരു അമ്മച്ചിയുണ്ട് കൂടെ. എന്താ അമ്മച്ചി പേര്? എൻ്റെ പേര് തങ്കമ്മ. ആ, എന്താണ് അൽഫോൻസാമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ? അൽഫോൻസാമ്മയെ പറ്റിയുള്ള ഓർമ്മകൾ ഒത്തിരി ഉണ്ട്. ഇവിടെ കളിച്ച് നടന്നതാണ്. മുറ്റത്തൂടെ എല്ലാം ഇതായിരുന്നല്ലോ വീട്. എന്നിട്ട് ഇതിലെ ഈ മുറ്റത്തൂടെ കളിച്ച് നടന്നു. എൻ്റെ അപ്പം കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്കൊന്നും അതിനുള്ള പറ്റിയിട്ടില്ലല്ലോ. അന്നത്തെ പ്രായത്തിൽ ഇങ്ങനെ ഇതാണ് വീട്. അങ്ങനെ കളിക്കുകയും എടുക്കുകയും പിന്നെ ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്, ചെറിയ ചെറിയ ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അതിനകത്ത് വളരെ ഭക്തിയോടുകൂടി ആയിരുന്നു ഇടപെടലൊക്കെ. അതുകൊണ്ടാണല്ലോ പുണ്യവതിയായത്. അതെ 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 അതെ. ആ ജീവിതം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലേ? അതെ, കണിശമായി. അത് പഴയ കാലമല്ലേ, അതൊക്കെ പിടിച്ചാൽ കിട്ടും. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അത് ദൈവാനുഗ്രഹം നമുക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് അടുത്ത് വരും. എനിക്ക് 6 മക്കളാണ്. ഒരൊറ്റ ആണേ ഉള്ളൂ, 5 പെൺപിള്ളേരാണ്.
ശരി. ഇപ്പം ഞാനും ഈ കുട്ടിയും മാത്രമേ വീട്ടിലുള്ളൂ. എല്ലാം സന്തോഷം തന്നെ. എല്ലാ വർഷങ്ങളും വരാറുണ്ടോ അതോ എല്ലാ ആഴ്ചയിലും വരാറുണ്ടോ ഇവിടെ? വീട് അടുത്തല്ലേ? ഓ, അടുത്ത് തന്നെയാണ്. പിന്നെ ഒരു വളവേ ഉള്ളൂ. ശരി. ഇതിപ്പോൾ വലിയ എൻ്റെ അനിയത്തിയാണ്. ശരിക്കും അൽഫോൻസാമ്മ ഈ സഹനങ്ങളുടെ രാജകുമാരി എന്ന് പറയുന്നത് അത് എന്താ എങ്ങനെ പറയാനുള്ള ഒരു സാധനം? എന്തനുഭവിച്ചാലും അത് ഈശോയിൽ ചെന്നിട്ട് ഈശോയോട് കൂടി സഹിക്കുക, അതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ എല്ലാം സഹിച്ച് ഇങ്ങനെ മനസ്സിലൊതുക്കി പിന്നെ പരസ്പരം പറയും. ആരും ഇല്ലാത്തപ്പം കിടക്കയിൽ ഇങ്ങനെ കർത്താവിനെ കാണും, കണ്ടിട്ട് സംഭാഷണവും സംസാരമൊക്കെ ഉണ്ട്. എന്ത് ത്യാഗം സഹിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. ശരിക്കും ക്ഷമയും സഹനവും ഒക്കെ ഉള്ള ഒരു ആളായിരുന്നു അല്ലേ? കുടുംബം തന്നെ അങ്ങനെ ഒരു ഇതാണ്, പാരമ്പര്യമായിട്ട് നല്ല മാതിരി ആയിരുന്നു. പിന്നെ പിന്നെ അങ്ങനെ ഒത്തിരിയെല്ലാം മറന്നു പോയിട്ടുണ്ട്. എന്നാലും ഇത്ര സംസാരിക്കുന്നുണ്ടല്ലോ. എന്തായാലും അൽഫോൻസാമ്മയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ. അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനിയൊരു 100 പൂർണ്ണചന്ദ്രനെ കാണാനുള്ള ആയുസ് അൽഫോൻസാമ്മ നൽകുമാറാട്ടെ. ദൈവം നൽകുമാറാട്ടെ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം നമുക്ക് ഏവർക്കും മാതൃകയും അനുഗ്രഹവുമാണ്. 116ാമത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജന്മദിനത്തിന് കൈപ്പുഴ കുരിശുപള്ളിയിൽ പ്രവർത്തിക്കുന്ന ശ്രീ ദുർഗ ഫ്യൂവൽസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊള്ളുന്നു. നൂറ്റി 16ാമത് അൽഫോൻസാമ്മയുടെ ജന്മദിനത്തിന് പതിനായിരക്കണക്കിന് ആളുകളാണ് കുടമാളൂർ അൽഫോൻസ ജന്മഗ്രഹത്തിൽ വന്ന് അനുഗ്രഹം നേടി മടങ്ങിയത്.
നമുക്കേവർക്കും അൽഫോൻസാമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി.